എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ ഇന്നത്തെ രാമായണ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തോടെ നമ്മൾ കിഷ്കിന്ധാകാന്ഡം ആരംഭിക്കുകയാണ്. കിഷ്കിന്ധാകാന്ഡത്തില് പ്രധാനമായിട്ട് ശ്രീരാമനെ കണ്ടെത്തിയ ഹനുമാനും ഹനുമാനിലൂടെ ശ്രീരാമനെ കണ്ടെത്തിയ സുഗ്രീവനും, അങ്ങനെ മനോഹരമായിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹത്തോടെ നമുക്ക് ആരംഭിക്കാം. ഇന്ന് പാരായണം ചെയ്യുന്നത് കിഷ്കിന്ധാകാന്ഡം ആരംഭം മുതൽ ബാലിവധം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യുന്നവര് ശ്രീമതി പ്രസന്ന രാജഗോപാൽ, ശ്രീമതി സുപ്രഭ കുമാരൻ, ശ്രീമതി ഹേമലത സോമൻ, 3 പേരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരി ഓം. ഹരി ഓം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമനന്ദന രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. കിഷ്കിന്ധാകാന്ഡം. ചാരിക പൈതലേ ചാരുശീലേ പരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ, ചൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോരരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാധനയൻ അവരജൻ തന്നോടും പമ്പാസരസ്ഥലം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. പുൽപുല്ല പത്മ കൽഹാര കുമുദ നീലോൽപ്പലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുടകോയട്ടി സർപ്പസിംഹ വ്യാഘ്ര സൂകര സേവിതം പുഷ്പലതാവിരിവേഷ്ടിതം പാദവസൽഫല സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തുമന്ദം നടന്നേടിനാർ. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതലേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രേ ഭാഷ്യസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട് വിപ്രലാപത്തോടും സീതാവിരഹം പറഞ്ഞു കരകയും തൂതായുധാർത്തി ഉടുത്തു പറകയും മാധേ കലർന്നു നടന്നടക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടു കുതിച്ചുവാനുത്തങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ.
ഭാരതിയോട് ഭയേന ചൊല്ലിടിനാൻ, ആരി വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന, ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ പലാലെങ്ങും നിഗ്രഹിപ്പാൻ വരുന്നവരല്ലല്ലീ. വിക്രമമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ, താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടവരോട് വായുസുത ചെന്നു ചോദിച്ചറിയണം, അത്ര നേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ, അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേര സംശയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാനഞ്ജനാവക്രം ഭർത്തൃപാദംബുജം. കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടെന്ന് നേരെ പറയണമെന്നോട് സാദരം. ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു, ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവന്മാരെന്ന് ആലോക്യ ചേതസേ ഭാതി സദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളം അശ്വിനി ദേവകളോ മറ്റു തന്നിയെ, വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ. മൂലം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു, ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനം മഹീതരെ. വന്നു രാജ്യന്യവേഷേണ പിറന്നൊരു പുണ്യ പുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ, കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതോ ലീലയ നിത്യ സ്വതന്ത്രന്മാർ. മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾത്താരിൽ ഇന്ന് തോന്നുന്നു നിരന്തരം. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ, പശ്യസഖേ വരൂപിണം ലക്ഷ്മണ നിശേഷശബ്ദശസ്ത്രമാനെ മനേന ശ്രുതം. ഇല്ലൊര അപശബ്ദമെങ്ങുമേ വാക്യങ്ങൾ നല്ല വൈയാകരണ വടുനിർണയം. മാനവീരനും അപ്പോൾ അരുൾ ചെയ്തു, വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം, രാമനെന്നെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്രതനയൻ, ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ. രാധമോദം പരമാർത്ഥം മഹാമതി, ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താത നിയോഗേന കാനന സീമനിയ യാതന്മാരായി തപസ്സു ചെയ്തിടുവൻ, ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ. ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീരവളെ ഒരിടത്തും എന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരടോസഖെ. ചൊല്ലിയിടകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലൻ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നത് അത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജാനാകിയ വാലികമീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാജനം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതിൽ അർക്കാത്മജൻ. ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ, ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അടികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാൻ, ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുക, ഉൾത്താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാഗ്രേ കൈകൊണ്ടു നിന്നു തിരുമമ്പിടാമാറുമാരുതി. പോകമമ സ്കന്ധമേറിയിടുവിൻ നിങ്ങൾ, ആകുലാഭാവം അകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടു ഉൽപ്പലനേത്രനും അനുവാദവും ചെയ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം
വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സുഗ്രീവസഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനിഭാസ്കര നന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമധാരാർത്ഥം ഇവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടി വണ്ണം പറഞ്ഞ ത്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തഥാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിയിടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമ ലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായോരു സുഗ്രീവനും അന്നേരം ആദരപൂർവമുദ്ധായ സസംഭ്രമം വിഷ്ടഭനാഥൻ ഇരുന്നരുളിയിടുവാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിലിട്ടാൻ അതു നേരം ഇഷ്ടനാ മാരുതി ലക്ഷ്മണനോടും. ലക്ഷ്മണനും മുടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടരുളിയിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമ ചന്ദ്രനോടാശ ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞുത്തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളെയൊക്കെ അകറ്റുവാൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായ ചലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരൻ നേത്രയായൊരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരമ സുന്ദരി രക്ഷിപ്പിതിന്നാരുമില്ലാനു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ. തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാകെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായതലോചനേ രോദനം ചെയ്ത് വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറിൽ മൂർത്തിയും പ്രാകൃതന്മാരാ പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ പറഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയാകേതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയാകേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാമാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച ആത്മഖേദം കളഞ്ഞുത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ.
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകി ജീവൻ സ്മരണം ജയ ജയ രാമ രാമ. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബാലി സുഗ്രീവ വിരോധം. പണ്ട് മായാവി അസുരേശ്വരനുണ്ടായതുമയൻ തന്നുടെ പുത്രനായി യുദ്ധത്തിനാരുമില്ല അഞ്ഞു മതിച്ചവൻ ഉദ്ധതന നടന്നീടും ദശാന്തരെ കിഷ്കിന്ധയാംപുരി പുക്കു വിളിച്ചതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു കൊണ്ടതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ, ഞാനും അത് കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിയതു വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ, ഞാനതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവാൻ. ന്യൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം, ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും, ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. ഇത്തം പറഞ്ഞതിൽ പുക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നും വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ധ പുക്കീടിനേൻ. മാർക്കടവീരരും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്ക് ചെയ്തിടിനാൻ. ചെന്നതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീളെ നടന്നുഴന്നീടും ദശാന്തരെ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാചലേ വന്നിരുന്നീടിനേൻ. വിശ്വാസമോട് ഞാൻ വിശ്വനാഥോ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ഊഢമോ രാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും ഭഗ്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. തൊൽപാദ പങ്കേരുവ സ്പർശകാരണാൽ ഇപ്പോൾ അതീവ സുഖമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ, തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം മടക്കി തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനൂതനയനും ഇങ്ങനെ ചൊല്ലിനാൻ, സ്വലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ഇല്ല അവനോളം ബലം മറ്റൊരുവനും, ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടി പുറപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്ന് ഋഷ്യമൂകാജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂകവ മധ്വാക്യവ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദിപിതന്റെ തല ഇത് കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തന് കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ. തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നെന്നു പുകഴുന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവ സപ്തസാലങ്ങൾ ഇവയല്ലോ, ബാലിക്കു മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്തു പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം.
സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടോരു സൂര്യാന്യോത്ഭൂതനാകിയ രാമനും ചാപങ്കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിയിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തൂണീരമമ്പോട് പുക്കോരനന്തരം. വിസ്മിതനായൊരു ഭാനൂതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. സുഗ്രീവസ്തുതി. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാ വിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം വരം പ്രാപ്തോഹമാകന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായി ഒഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനവൃത തീർത്ഥതപക്രതു കർമ്മപൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം. നിർണയം തൊൽപാദ ഭക്തി കൊണ്ടെന്നിയേ തൊൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും തൊൽകൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലും എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർത്ഥതം. ചിത്തം ഭവാങ്കുലറയ്ക്കായിലും മതി ഭക്തിയോടെ രാമരാമേതി സാദരം. ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ. ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ. തൊൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ട് മൽപാപമുൽപാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥി മിത്രാദിഭേദപ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. തൊൽപാദ പത്മാവലോകനം കൊണ്ടെനിക്ക് ഉൽപ്പന്നമായതു കേവല ജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗൽപതി. തൊൽപാദ പങ്കജത്തിങ്കലുറക്കേണം എപ്പോഴും ഉൾക്കാമ്പെനിക്ക് രമാപതേ. തൊന്നാമ സങ്കീർത്തന പ്രിയയാകേണം എന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാംഭോരുഹങ്ങളിൽ എപ്പോഴും ആർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ട് നിരന്തരം. കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാവതേ. മത്സരണദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. തൊൽപാദപാം സുതീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ട് നിത്യം ഭവൽപദം. ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകേടിനാൻ. അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായതാ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി. ബാലി സുഗ്രീവയും സത്യസ്വരൂപം ചിരിച്ചരുളി ചെയ്തു. സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊൾവൻ നിന്ന നിർണയം. അർക്കാത്മജനത് കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ 4 മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികൾ അന്നേരം. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 10 നൂറാശു വലിച്ചു കുത്തിയിടിനാൻ.
ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേത് വൃത്രാരിപുത്രനേതിത്തം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശനാശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്രമ മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പൊക്കിയതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വിരുഹാന്തികെ നിന്നരുളിയിടുന്ന മിത്രാന്വയോത്ഭൂതനാകിയ രാമനോട് എത്രയും ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തത് അറിഞ്ഞീല ഞാനല്ലോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തേനതു പുനരെത്രയും ഭാരം പിഴച്ചുദയാനിധേ. സത്യസന്ധൻ ഭവാൻ എന്ന് ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാ രഘുത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായ ആലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നോരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. മിത്രഘാതിത്വം ആശങ്ക്യ ഞാൻ അന്നേരം മുക്തവാനായന് മുക്തവാനായ അതില്ലസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായ്വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനിനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്ര വിനാശനപുത്രനാമഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചിടു നീ. സത്യമിതമിഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. അങ്ങനെ നമ്മുടെ രാമായണ പാരായണം കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ രാമായണത്തിലെ വളരെ മഹത്തായിട്ടുള്ള ഒരു ബന്ധമാണ് ശ്രീരാമസ്വാമിയും ഹനുമാനും. അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. ശ്രീരാമനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഹനുമാൻ അദ്ദേഹത്തിന്റെ മഹത്വം തിരിച്ചറിയാണ്. പിന്നെ ആ ഹനുമാന്റെ വാക്കുകളിലുള്ള വിനയം അതൊക്കെ പറയുന്നുണ്ടല്ലോ. ആ വിവേകമെല്ലാം ശ്രീരാമനെ കണ്ടപ്പോൾ മനസ്സിലായി, ദിസ് ഈസ് ദ റൈറ്റ് പേഴ്സൺ എന്നുള്ളത്. പിന്നീട് സുഗ്രീവനുമായിട്ട് ശ്രീരാമൻ ആ സഖ്യം സൗഹൃദമാവാണ്. അപ്പൊ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. അപ്പൊ എപ്പോഴും അങ്ങനെയാണല്ലോ, ദുഃഖമുണ്ടാവുമ്പോ ആ സൗഹൃദത്തിന് കുറച്ചുകൂടി ശക്തി കൂടും. കാരണം രണ്ടുപേർക്കും വിശ്വാസമാവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ സുഗ്രീവന് അഷുറൻസ് കൊടുത്തു ശ്രീരാമചന്ദ്രസ്വാമി. കാരണം സുഗ്രീവന് മനസ്സിലായി ഇത് കറക്റ്റ് ആളാണ് എന്നുള്ളത്. അപ്പോൾ ദുഃഖത്തിൽ കഴിയുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയാണല്ലോ ആ സഖ്യം നടന്നത്. സഖ്യം നടന്നു കഴിഞ്ഞ് പിന്നെ യുദ്ധം ആരംഭിച്ചപ്പോഴും അവിടെയും ചില സംശയങ്ങൾ വരുന്നുണ്ട്. മനസ്സിലാവണില്ല, അത് രണ്ടുപേരും കുരങ്ങന്മാരുടെ വേഷത്തിലല്ലേ. അപ്പൊ രണ്ട് കുരങ്ങന്മാരെ തിരിച്ചറിയാൻ എളുപ്പമല്ല. അപ്പൊ അവിടെയും കുറച്ചൊരു സംശയം വരുന്നുണ്ട്. ഇനിയാണ് യുദ്ധം, ഇനി നമുക്ക് നാളെയാണ് കാണുന്നത്. എന്തായാലും വളരെ എന്താ പറയാ, ഇനി എന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഇവിടെ കൂടുതൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ശ്രീരാമനെ കണ്ടെത്തിയ ഹനുമാനും ഹനുമാനിലൂടെ ശ്രീരാമനെ കണ്ടെത്തിയ സുഗ്രീവനും, അതാണ് നമ്മളിവിടെ കിഷ്കിന്ധാകാന്ഡത്തില് കാണുന്നത്. എല്ലാം അനുഗ്രഹം. ഇത് വായിക്കാൻ സാധിക്കുന്നതും അറിയാൻ സാധിക്കുന്നതും ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയെ കണ്ട പോലെ നമുക്കും അനുഗ്രഹം ലഭിക്കട്ടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക്
ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.